ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെ തൊട്ട് എനിക്ക് ഫൈനൽ ഇയർ ഫിലിപ്പീൻസിൽ ഞാൻ മെഡിസിൻ പഠിച്ചതിൻ്റെ ഫൈനൽ ഇയർ 5th ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ ഇവിടെ ഇൻറ്റേൺഷിപ്പാണ്. അങ്ങനെ നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 5th ഇയർ വർക്ക്ഷിപ്പിന് വേറെ യൂണിഫോമാണ്. അങ്ങനെ ഞാൻ ആ യൂണിഫോം വീട്ടിൽ നിന്ന് തെപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് തേക്കണം. സമയമില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഡേ ആണ് നമ്മൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തേച്ചോളാം. അങ്ങനെ അതൊന്ന് തേക്കണം. പിന്നെ നാളെ രാവിലെ 7:30 കോളേജിൽ പോകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ഈ 4 വർഷം നമുക്ക് തിയറി ക്ലാസ്സസ് ആയിരുന്നു. മെയിൻലി ഇപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് നമുക്കും ഉണ്ട്. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസമല്ലേ അപ്പം ഫുൾ അയൺ ചെയ്യാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ തന്നെ തയ്ച്ചതിന് ശേഷം അത് അയൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല മടക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്ര തേച്ചിട്ടൊന്നും ഊരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നൂത്തെടുത്ത്. പിന്നെ കുറച്ച് നേരം ഞാൻ അയൺ ബോക്സ് വലിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന നേരം കുറേ കഴിഞ്ഞപ്പോൾ എന്തോ ചൂടൊന്നും ഇല്ലാത്ത പോലെ തോന്നിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പം അയൺ ബോക്സിൻ്റെ വയർ പ്ലഗിൽ നിന്ന് ഊരി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വലിച്ചുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകും തോറും പ്ലഗിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം എടുത്ത് പാൻറ്റൊക്കെ ഏകദേശം തേച്ചു. അങ്ങനെ പാൻറ്റും ഉടുപ്പും തേച്ച് സെറ്റാക്കിയൊക്കെ വെച്ചു. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എണീറ്റ് ഫസ്റ്റ് ഡേ ആയിരുന്നു, കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ചോറ് കൊണ്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് 2 മുട്ടയും പൊരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒന്ന് ബ്രെഡ് പൊരിച്ച് എടുത്തിട്ട് അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ചോറും മുട്ടയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അച്ചാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തൈര് ഞാൻ കഴിച്ചപ്പോൾ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഞങ്ങളുടെ ഇവിടെ കടയിലൊക്കെ തൈരായിട്ടല്ല യോഗട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് മധുരമാണെങ്കിലും ഞാൻ യോഗട്ടാണെന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സിട്ടൊക്കെ റെഡിയായി. മുടി വെട്ടിയോണ്ട് തന്നെ എനിക്ക് എങ്ങനെ കിട്ടിയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് കെട്ടി വെച്ചു. പിന്നെ മേക്കപ്പ്, അതിലെനിക്ക് 2-3 സാധനങ്ങളേ ഉള്ളൂ. പൗഡർ ഇടുക, ഐലൈനർ വരയ്ക്കുക, ഇടുന്നെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ പൗഡറൊക്കെ ഇട്ട് ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് തുടച്ച് പിന്നെ വാച്ച് കെട്ടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ബുക്കും എല്ലാം ബാഗിലാക്കി റെഡിയായി ഇറങ്ങി. അങ്ങനെ നമുക്ക് കോളേജിൽ പോകാം ഗൈസ്. ഇന്ന് ഓരോ ഡ്യൂട്ടിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റ് ഓരോ ബ്ലോക്കിനായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഡേ റേഡിയോളജി റൊട്ടേഷനായിരുന്നു. അങ്ങനെ അതും ഞങ്ങളെ സബ് ഗ്രൂപ്പൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് MRIയിലായിരുന്നു ഫസ്റ്റ് ഡേ റൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പോകുമ്പോൾ MRIൻ്റെ അകത്ത് കയറിയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് MRI എടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് അതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിനൊക്കെ ചെയ്തു തരും. അതേപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എൻ്റെ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ബാക്കി CTയും എക്സ്റേയിലും ഉണ്ടായിരുന്നു റൊട്ടേഷൻ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് സൈൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ് ഗൈസ്. ഒരു ക്യൂവിൽ ഞങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടി നിന്നു. പിന്നെ നമുക്ക് സൈൻ ചെയ്യേണ്ട 8 മണിക്കായിരുന്നു സൈനിൻ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം താമസിച്ച് വരും എന്നുള്ളതുകൊണ്ട് ലീഡർ നമുക്ക് 7:30 അവിടെ എത്തണമെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് സമയം 8 മണിക്കായിരുന്നു. പിന്നെ അരമണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ 8 മണി കയറി 5 മണിക്കാണ് ഞങ്ങൾ സൈൻ ഔട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അകത്ത് വിളിച്ചിട്ട് ഇതൊക്കെയാണ് ഈ സ്ക്രീനിൽ നമുക്ക് എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു വീക്കിൽ നമുക്ക് 3 ദിവസം ഈ ഡ്യൂട്ടി ഉള്ളൂ. ബാക്കി ദിവസം ഞങ്ങൾക്ക് ക്ലാസ്സാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്ന എല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ചോറ് കഴിക്കാൻ പോയി. ചോറും മുട്ടയും അച്ചാറും. പിന്നെ ഞാൻ തൈരെടുക്കാൻ മറന്നുപോയി. പിന്നെ വീണ്ടും ലഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ വന്നു. പിന്നെ പേഷ്യൻ്റ് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഇതായിരുന്നു യൂണിഫോം. ടോപ്പിന് കുറച്ച് നീളം കുറഞ്ഞു പോയ പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ 5 മണി കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഈ വഴികളിലൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുതിയതായിരുന്നു. ഇൻറ്റേൺഷിപ്പിന് കയറിയാലേ നമുക്ക് ഹോസ്പിറ്റലിൽ മെയിൻലി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന വഴിക്ക് കുറച്ച് പഴം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു പഴത്തിനെ ഒരു ഷാർജ പോലെ അടിക്കാമെന്ന്. പക്ഷേ കട്ടപ്പാലില്ലായിരുന്നു. പിന്നെ ഉള്ള പാല് വെച്ച് കുറച്ച് കാഷ്യൂവും കുറച്ച് പീനട്ട് ബട്ടറും പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്
ഒരു ഷേക്ക് പോലെ ആക്കി. അങ്ങനെ നമ്മുടെ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി ഗായ്സ്. പിന്നെ ഞങ്ങൾ രാത്രി കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഉള്ളി. ഇവിടെ കൊച്ചുള്ളീനെ അങ്ങനെ അധികം കാണാറില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് കൊച്ചുള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങൾ വാങ്ങിച്ച മീൻ. അങ്ങനെ ഈ മീനിനെ പൊരിക്കാൻ വേണ്ടി എടുത്തു. അങ്ങനെ പൊരിക്കാൻ വേണ്ടി അതിന് മസാലയൊക്കെ റെഡിയാക്കി. മീനിൽ പുരട്ടിയതിന് ശേഷം നോക്കിയാൽ മസാല കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കറി വയ്ക്കാമെന്ന്. അങ്ങനെ കുറച്ച് മസാലയും 2 മീനും എടുത്ത് ഞങ്ങൾ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനിനെ പൊരിച്ചും എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് മീനിന്. നല്ല പഞ്ഞി മീനായിരുന്നു. പിന്നെ ചോറും കുറച്ച് തൈരും പൊരിച്ച മീനും പിന്നെ കുറച്ച് കറി വെച്ച മീനുമായിരുന്നു ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് നാട്ടിൽ നിന്ന് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ മീൻ വാങ്ങിച്ചത്. ഇത്രയും ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചോറും മീനും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.